എന്താ ഈ പറയണേ? ഞങ്ങളങ്ങനെ യാഥാസ്ഥിതികമായിട്ടുള്ള ഒരു കുടുംബമൊന്നുമല്ല. പെൺകുട്ടികൾക്ക് വളരെയധികം ഫ്രീഡം കൊടുക്കുന്ന ഒരു കുടുംബമാണ് ഞങ്ങളുടെ. നോക്കൂ, ഞാൻ പറയട്ടെ, ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ പെൺകുട്ടികൾ ജോലിക്ക് പോകണം, അത് വളരെ നിർബന്ധമാണ്. പിന്നെ ഞങ്ങളുടെ കാര്യത്തിൽ അതിൽ ഒരു കാര്യവും കൂടി ഉണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു 5-6 പേർക്ക് സുഖമായിട്ട് സന്തോഷമായിട്ടും ജീവിക്കണമെങ്കിൽ ഇവനും ഇവളും ജോലിക്ക് പോകണം. അപ്പൊ പിന്നെ ജോലിക്ക് പോവാതിരിക്കുക. അതില് മോൾക്ക് ശമ്പളമൊക്കെ വീട്ടിൽ തരാട്ടോ, ഒരു കുഴപ്പമില്ല അതില്. പക്ഷെ അതിലുള്ള ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ ഈ 6 ആൾക്കാരെന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ആരൊക്കെയാന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ഞാന്, എൻ്റെ ഭർത്താവ്, ഞങ്ങളുടെ മോൻകുട്ടൻ, ഞങ്ങളുടെ മോളൂട്ടിക്ക് 3 കുട്ടികളുണ്ട്. അപ്പൊ അവളുടെ ഭർത്താവ് അങ്ങ് ദുബായിലാണ്. അവരിനിയിപ്പോ കുറെ പ്രശ്നങ്ങളും വഴക്കും ഒക്കെയാണ്. ഞങ്ങളായിട്ട് ആലോചിച്ച റിലേഷനാണ്, ഇവരായി ആലോചിച്ച റിലേഷൻ പോലെ ഒന്നും അല്ല. എന്നിരുന്നാൽ കൂടി നമുക്ക് അവനുമായിട്ട് കോടതിയിൽ മൽപ്പിടുത്തത്തിന് പോകാനോ ഒന്നിനും ഇപ്പൊ നമുക്ക് അങ്ങോട്ട് സമയമില്ല. അപ്പോൾ ഇവളുടെയും കൂടെ ഒരു ഇങ്ങനെ കാര്യങ്ങൾ നേർക്ക് പറയണമല്ലോ, അതുകൊണ്ട് ഇപ്പൊ തന്നെ പറയണം. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചതിച്ചൂന്നോ പറ്റിച്ചൂന്നോ എന്നൊന്നും പറയാൻ പാടില്ലല്ലോ. അപ്പൊ ഇവളുടെയും കൂടെ ഒരു ശമ്പളം കണക്കാക്കിയിട്ടാണ് ഞങ്ങൾ ഈ കല്യാണം അങ്ങോട്ട് ഉറപ്പാക്കിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വളരെ മോഡേൺ ആയിട്ടുള്ള ഒരു ഫാമിലിയാണ്. അപ്പോൾ മോള് അടുക്കളയിൽ കയറണം ഒന്നും പറയേണ്ട ആവശ്യമില്ല. മോൾ അതിന് മെയ്ഡിന് കൊടുക്കാനുള്ള ഒരു ശമ്പളം തന്നാ മതി. മെയ്ഡിനെ അമ്മ അറേഞ്ച് ചെയ്ത് തരും. അല്ലാണ്ട് അമ്മ മോളോട് രാവിലെ എഴുന്നേക്കാനോ അടുക്കളയിൽ പോകാനോ ഒന്നും പറയില്ല. മോള് വിളക്ക് വെക്കുക ഒന്നും വേണ്ട. മോള് കൃത്യമായിട്ട് ഈ വക മോഡേൺ ആയിട്ടുള്ള ഒരു ചിന്താഗതിയുടെ ഭാഗമായിട്ട് ഇതങ്ങ് ചെയ്തു തന്നാൽ മതി. പിന്നെ ഇപ്പൊ മോൾക്ക് ഇനി പ്രസവിക്കണ്ടേ? വേണ്ട, അമ്മയും അച്ഛനും ഒരു കാരണവശാലും നിർദ്ദേശിക്കില്ല. കാരണം എന്താന്ന് വെച്ചാൽ മോളൂട്ടിക്ക് തന്നെ ഇപ്പൊ എന്താണെന്ന് വെച്ചാലും 3 കുട്ടികളാണേ. അപ്പൊ ആ കുട്ടികളില് 3 മോളുടെ കുട്ടിയാണെന്ന് മോൾ അങ്ങ് വിചാരിച്ചിട്ട് വളർത്തിയാൽ മതി. അതിന് ഒരു കുഴപ്പമില്ല. ദർ ഇസ് നോ പ്രോബ്ലം അറ്റ് ഓൾ. അമ്മയ്ക്ക് കുറച്ച് ഇംഗ്ലീഷൊക്കെ അറിയാട്ടോ. അപ്പോ ഞങ്ങളുടെ ഈ കുടുംബത്തിന്റെ ഭാഗമാവാൻ മോള് പുണ്യം ചെയ്യണം. 1 ജന്മത്തിലെ അല്ല, 7 ജന്മത്തിലെ പുണ്യം ചെയ്യണം. അപ്പൊ എന്താ, സമ്മതമല്ലേ ഞങ്ങളുടെ വീട്ടിലേക്ക് വരാനായിട്ട്? എന്താണ് അഭിപ്രായം?